അപ്പോൾ ഇന്നിപ്പോൾ അത്താഴത്തിനുള്ള ചെറിയൊരു കുഞ്ഞൻ പ്രിപ്പറേഷനാണ് കേട്ടോ. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മളൊരു ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ നമുക്ക് നമ്മുടെ തൈര്, വാവ് അതെ കടുത്ത തൈര് നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച്. ഇനി നമ്മുടെ ഉപ്പ്. ഓക്കെ, ചെത്തി കളഞ്ഞേക്കുവാണ്. നമുക്കിതൊന്ന് അരിഞ്ഞതിനകത്തിട്ട് കൊടുക്കാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനൊന്നും അല്ല ചെയ്യാൻ വിചാരിച്ചു. എല്ലാം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമാണ്, ചിക്കൻ കറിയല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഏതാണ്ട് തക്കോലവും കറുവപ്പട്ടയൊക്കെയാണ് ഇത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒരു 1.5 മാസത്തേക്ക് ഞാൻ ഗൾഫിലോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ച് വെച്ചായിരുന്നു. ഞാനന്ന് കുറച്ചിട്ടോട്ട് തന്നെ വെച്ചു, ഉണക്കി. ഇന്നത്തെയും കൂടെ ഉണക്കി ചെന്നപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ചെറിയൊരു വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തീരാറായി. പിന്നെ ഞാൻ പുതിയ ഒരു കിലോ മല്ലിപ്പൊടി ഞാൻ വാങ്ങിപ്പിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ടിന്നാണിത് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒന്ന് എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, കൊതിപ്പുല്ലുണ്ട്, പനിക്കുറുക്കയുണ്ട്, തുളസിയുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. കരിനൊച്ചിയുണ്ട്. കരിനൊച്ചി എന്ന് വെച്ചാൽ ഭയങ്കരം കയ്പാട്ടോ, ഭയങ്കരം കയ്പ്. പിന്നെ ഈ എന്താണ് കൊതിപ്പുല്ലെന്ന് പറയുന്നത് നല്ല മണമാണ്, സുഗന്ധം പരത്തുന്നൊരു സംഭവമാണ് ഞാൻ. അപ്പം ഈ സമയം കൊണ്ടെല്ലാം നമ്മുടെ ചിക്കൻ്റെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ സിമൻറ്റും ഒന്നും തെറിച്ചിട്ടില്ല. എന്നാലും ശരി, പല പല പണികളുള്ളത് കൊണ്ട് ഇങ്ങനെ അവർ അതേന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ ബോട്ടിലെ വെള്ളം പുരയിടത്ത് കയറുന്നത് കൊണ്ടും മാത്രം നമുക്ക് ചില കൃഷികളൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല. പിന്നെ